വണ്ടിപ്പെരിയാർ രാജമുടി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷിദേഹങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു. കാട്ടാന ശല്യം തുടർക്കഥയായതോടെ പ്രദേശവാസികളും ഭീതിയിലാണ്. ഫോറസ്റ്റ് അധികൃതർ നടപടി കൈക്കൊള്ളാതെ ജനങ്ങളെ ഭീതിപ്പെടുത്തുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പീരിമേട്, പരുന്തുംപാറ, പട്ടുമല മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തി കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുന്നത് തുടർന്ന് നടക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ വണ്ടിപ്പെരിയാർ രാജമുടി കോളനിയിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. 3 ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി 2 മണിയോടുകൂടി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പ്രദേശത്തെ 3ഓളം കർഷകരുടെ ഏലം, കാപ്പി, വാഴ, പ്ലാവ് തുടങ്ങിയ കൃഷിദേഹങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു. രാജേന്ദ്രൻ, ഇവിടെ എനിക്ക് 1 ഏക്കർ സ്ഥലമുണ്ട്. ഇവിടെ ഇന്നലെ യാന വന്നെന്ന് പറഞ്ഞായിരുന്നു. അവർ വന്ന് റോട്ടെ കണ്ടേച്ച് അവർ ഇന്നലെ പോയി. അപ്പോൾ ഇന്നലെ രാത്രിയിൽ വന്നിട്ട് ഇതെല്ലാം ഏലം, ഈ വാഴ, മരം, ഈ ചക്ക ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞേച്ച് പോയി. ഇങ്ങനെയാ കിടക്കുന്നത്. வெளியில் தாமசிக்கிறேன். പിന്നെ 10-40-50 வருஷம் ஆச்சு நான் இங்கே வந்து கிரிசு உண்டாக்கி. പിന്നെ இதுபோல் ஒரு சம்பவம் நடந்ததே இல்லை. குரங்கு சல்லியம் தான் பயங்கர சல்லியமாக இருந்துச்சு. ஆனால் இப்போ வந்துட்டு இந்த இலக்காட்டெல்லாம் ரொம்ப நாசம் இருக்கும்போது ரொம்ப கஷ்டப்பாடாக இருக்குது பார்க்குறதுக்கு. என்ன തുടർന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് കാട്ടാന ഇവിടെ നിന്നും മാറിയത്. പ്രദേശത്തെ 100ഓളം കുടുംബങ്ങൾ, കുട്ടികളടക്കം അധിവസിക്കുന്നത് കൊണ്ട് തന്നെ ഭീതിയോടെ കഴിയേണ്ട അവസ്ഥയാണ് ഇവർക്ക് നിലവിൽ ഉള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു. താമസിക്കുന്നതാ. ഇതുവരെയായിട്ട് ഇതുപോലെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടേ ഇല്ല. പക്ഷെ ഇപ്പൊ ആന വന്നിട്ട് ഇന്നലെ ഫോറസ്റ്റുകാർ വന്നിട്ട് ഇവിടെ 4-ാം മങ്കില് വന്നിട്ട് അവർ വന്ന് എന്നാ പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞാൽ, ആനയെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളെ വിളിക്കുക, അന്നേരം ഞങ്ങൾ വരാന്ന് പറഞ്ഞിട്ട് റോഡിൽ തന്നെ നിന്നിട്ട് കാട് പോലും കയറി കണ്ടില്ല. കാണാതെ അവരങ്ങനെ റോഡ് വഴിയെ തന്നെ ആ വണ്ടി എടുത്തോണ്ട് പോയി. ഇപ്പൊ പിന്നെ രാത്രി ഇപ്പൊ ആന ഇപ്പൊ പറമ്പിൽ കയറിയെന്ന് വെച്ച് ഇപ്പൊ വീട്ടിനകത്ത് കയറിയപ്പോ ഇത്ര 10-60 കുടുംബം താമസിക്കുന്നിടത്ത് വീട്ടിൽ കയറിയപ്പോ എന്നാ ചെയ്യാൻ പറ്റും നമുക്ക്? സംഭവവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വിവരം അറിയിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി കാട്ടാന പോയോ എന്ന് ചോദിച്ചതിനു ശേഷം ഇവരും അവിടെ നിന്ന് പോവുകയായിരുന്നു എന്നും തുടർന്ന് ഇന്നലെയും രാത്രി ഇതേ പ്രദേശത്ത് തന്നെ കാട്ടാന എത്തുകയും ചെയ്തു. ഗ്രാമ്പി, കൊക്ക ഭാഗത്തു നിന്നുമാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് സ്ഥിരമായി ഇറങ്ങുന്നത്. ഈ സ്ഥലങ്ങളിൽ ഫെൻസിംഗ് വേലികളോ ട്രെഞ്ചോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാൻ സാധ്യത ഏറെയുമാണ്. ഏറ്റവും അടിയന്തരമായി തന്നെ ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന ഈ കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താനുള്ള നടപടി സ്വീകരിക്കണം. ഒപ്പം ഇവ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളതുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.